പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും. ഹർജി നാളെ പരിഗണിക്കാനായി മാറ്റി. കളക്ടറുടെ റിപ്പോർട്ട് പരിശോധിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ഹൈക്കോടതി. കൂടുതൽ വിവരങ്ങളുമായി കെ ബി ലിബീഷ് ചേരുന്നു. ലിബീഷ്, കളക്ടർ സമർപ്പിച്ച റിപ്പോർട്ട് ദേശീയപാത അതോറിറ്റിക്ക് അനുകൂലമാവാനുള്ള സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? സൂര്യ, പാലിയേക്കരയിൽ വാഹനയാത്രക്കാർക്ക് വീണ്ടും ആശ്വാസമാകുന്ന ഒരു വാർത്തയാണ് കോടതിയിൽ നിന്ന് വരുന്നത്. ടോൾ പുനഃസ്ഥാപിക്കണമെന്ന ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യത്തിൽ ഹൈക്കോടതി ഇന്ന് തീരുമാനമെടുത്തിട്ടില്ല. അതായത് ടോൾ ഇല്ലാതെ തന്നെ പാലിയേക്കരയിലൂടെ യാത്ര തുടരാം. ഇത് സംബന്ധിച്ച് ഹർജി നാളെ വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നാണ് ദേശീയപാത അതോറിറ്റി കോടതിയെ അറിയിച്ചത്. അതേസമയം ഇടക്കാല മോണിറ്ററിംഗ് കമ്മിറ്റിയും തൃശൂർ കളക്ടറും ഇന്ന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ട് പരിശോധിക്കാനായിട്ട് കൂടുതൽ സമയം വേണമെന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിലപാട്. തുടർന്നാണ് ഹർജി നാളെ പരിഗണിക്കാനായി മാറ്റിയത്. അതുവരെ ടോൾ പിരിക്കുന്നതിനുള്ള വിലക്ക് തുടരുകയാണ്. ചൊവ്വാഴ്ചയും മോണിറ്ററിംഗ് കമ്മിറ്റിയും തൃശൂർ ജില്ലാ കളക്ടറും ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിൽ ദേശീയപാതയിലെ പ്രശ്നങ്ങൾ ഭാഗികമായി പരിഹരിച്ചു എന്നാണ് പറയുന്നത്. 18 പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 13 പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എന്നാണ് അന്നത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ഈ റിപ്പോർട്ട് ഹൈക്കോടതി മടക്കുകയാണ് ചെയ്തത്. കൂടുതൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അന്ന് നിർദ്ദേശം നൽകിയത്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കൂടുതൽ വ്യക്തമായ ഒരു റിപ്പോർട്ട് ജില്ലാ കളക്ടറും മോണിറ്ററിംഗ് സമിതിയും ഒക്കെ സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ഹൈക്കോടതി വളരെ വിശദമായി തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും ടോൾ പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ പ്രശ്നങ്ങളെ തുടർന്നാണ് ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതും തുടർന്ന് ഓഗസ്റ്റ് 5-ന് ഹൈക്കോടതി ടോൾ പിരിവ് തടഞ്ഞുകൊണ്ട് ഒരു ഉത്തരവിടുകയും ചെയ്തത്. കോൺഗ്രസ് നേതാക്കളായ ജോസഫ് ടാജറ്റ്, ഷാജി കോടങ്കണ്ടത്ത്, OJ ജനീഷ് എന്നിവർ സമർപ്പിച്ച ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ ഇത്തരത്തിലൊരു തീരുമാനം വന്നത്. എന്നാൽ ഇപ്പോൾ ഒരു 40 ദിവസം പിന്നിട്ടിട്ടും ദേശീയപാതയിലെ പ്രശ്നങ്ങളൊന്നും തന്നെ പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ല എന്നാണ് ഹർജിക്കാരുടെ ഒരു വാദമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. എന്നാൽ ഹർജിക്കാരെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നടപടി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ദേശീയപാത അതോറിറ്റി വാദിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കളക്ടറുടെ ഒരു റിപ്പോർട്ട് അന്തിമമായി പരിഗണിച്ച ശേഷം നാളെ ഹൈക്കോടതി ഈ ഹർജി വീണ്ടും പരിഗണിക്കും. ശരി ലിബീഷ്, പാലിക്കരയിൽ ടോൾ വിലക്ക് തുടരും. ഹർജി നാളെ പരിഗണിക്കാനായി മാറ്റി. കളക്ടറുടെ റിപ്പോർട്ട് പരിശോധിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ഹൈക്കോടതി. സമഗ്ര വിവരങ്ങളാണ് ലിബീഷ് നൽകിയത്.